ഇന്ന് നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണല്ലേ. 2 മാസം എത്ര പെട്ടെന്നാ പോയെ. ഇത്രയും ദിവസം നേരം വൈകി എണീറ്റിട്ട് ഇനിയിപ്പൊ നേരത്തെ എണീക്കാൻ ചെറിയ മടിയൊക്കെ ഉണ്ട്. ഇന്നിപ്പൊ കാര്യമായിട്ട് മടിയൊന്നും ഉണ്ടായില്ല. ഇത്രയും ദിവസം നേരം വൈകി എണീറ്റിട്ട് ഇനിയിപ്പൊ നേരത്തെ എണീക്കാൻ പറ്റുമോ, അലാറിനൊക്കെ അടിക്കുമോന്ന് ആലോചിച്ച് അങ്ങനെ കിടന്നു. ഒരു 5:30 ആയപ്പോ ഞാൻ എണീറ്റുട്ടാ. പിന്നെ 6:15 അലാറിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അലാറിന് അടിക്കുന്നത് നോക്കി അങ്ങനെ കിടന്നു. പിന്നെ അലാറിനൊക്കെ അടിച്ച് എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയിട്ട് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥലത്തേക്ക് മാറ്റി വെച്ചുട്ടാ. എണീറ്റ് വന്ന എല്ലാവരും ചായയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത്തിരി കട്ടൻ ചായയൊക്കെ വെച്ചു. പിന്നെ തലേദിവസം കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴുകി കുക്കറിലിട്ട് അതും വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. പുട്ടുണ്ടാക്കാൻ എളുപ്പപ്പണിയാണല്ലോ. അപ്പം പിന്നെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചു. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ മക്കളെ വിളിക്കാനാണ് കേട്ടോ പോയത്. മക്കളെ വിളിച്ചെണിപ്പിക്കൽ ഭയങ്കര ടാസ്ക് ആണല്ലേ. തുടങ്ങണത് നല്ല സ്നേഹത്തിലാണെങ്കിലും അവസാനിക്കുന്നത് നല്ല വഴക്കിലായിരിക്കും. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ നല്ല സ്നേഹത്തിലൊക്കെയാണ് കേട്ടോ തുടങ്ങിയത്. പക്ഷെ അവസാനിച്ചത് നല്ല വഴക്കില്ല. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ അല്ല, അടിയൊന്നും കൊടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എത്ര വിളിച്ചിട്ട് എണിക്കണ്ടേ. അപ്പോൾ മോള് വിളിച്ച പിന്നെ എണിറ്റു. പക്ഷെ മോന് ഒരു രക്ഷയുണ്ടായില്ല. കുറേ വിളിച്ചു എന്നിട്ടും എണിക്കണുണ്ടായില്ല. അപ്പോൾ ഒരു കുഞ്ഞി അടിയൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ അവരെ എണിപ്പിച്ചിട്ട് കുളിപ്പിക്കാനൊക്കെ വിട്ടു കേട്ടോ. പല്ലേക്കാനും കുളിക്കാനൊക്കെ അവരെ പറഞ്ഞു വിട്ടു. ഞാനും പോയി കുളിക്കാൻ നോക്കി കേട്ടോ. ഞാൻ കാലത്ത് തന്നെ കുളിക്കാം, അല്ലെങ്കിൽ പിന്നെ മടി പിടിച്ച് വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കും. അത് കാരണം ഞാൻ മക്കൾ പോണേക്കാട്ട് മുന്നേ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിയും കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ കയറി ബാക്കിയുള്ള പണികളൊക്കെ നോക്കി. അപ്പം ഇനി 2-3 ദിവസത്തേക്ക് മക്കൾക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പം ഇന്ന് നേരം വൈകിട്ടാണ് കേട്ടോ അടുപ്പൊക്കെ കത്തിച്ചത്. അപ്പോൾ അടുപ്പ് കത്തിച്ച് അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചു. ലഞ്ചൊക്കെ കൊണ്ടുപോയി തുടങ്ങിയാൽ പിന്നെ ഈ സമയത്തൊന്നും എണീറ്റാൽ മതിയാവില്ല. ഇത്തിരും കൂടെ നേരത്തെ എണീക്കേണ്ടി വരും. 9 മണിക്ക് അവർക്ക് പോയാൽ മതി. എന്നാലും ആ സമയമാകുമ്പോഴേക്കും ചോറും കൂട്ടാനൊക്കെ ആവണ്ട. അപ്പം ഇത്തിരും കൂടെ നേരത്തെ എണീക്കേണ്ടി വരും. പിന്നെ പുട്ടിനുള്ള പപ്പടമൊക്കെ കാച്ചിയെടുത്തു കേട്ടാ. ഒരാൾക്ക് പുട്ടായാലും ചോറായാലും അവന് പപ്പടം നിർബന്ധമാണ്. പപ്പടം ഇല്ലെങ്കിൽ ആൾ കഴിക്കില്ല. അത്ര ഇഷ്ടമാണ് കേട്ടോ പപ്പടം. ഒരു പപ്പട കൊതിയനാന്ന് തന്നെ പറയാം. അപ്പോൾ ആ പപ്പടം കൂടെ കാച്ചി. പിന്നെ പുട്ടിന് ഇന്ന് കടലയാണ് കറി വെച്ചത് കേട്ടോ. അപ്പോൾ ആ കടലയും കാച്ചിയെടുത്തു. ഇന്ന് തേങ്ങയൊന്നും അരച്ചൊഴിച്ചില്ല കേട്ടോ. ഇന്ന് എന്തോ ഒരു മടി. പിള്ളേരൊക്കെ സ്കൂളിൽ പോയില്ല. അപ്പോൾ ചെറിയൊരു മടിയുണ്ട്. അപ്പം ഇന്ന് വെറുതെ ഒന്ന് കാച്ചിയെടുത്തോളൂ. തേങ്ങയൊന്നും അരച്ചൊഴിച്ചില്ല. പിന്നെ പുതിയ കുപ്പിയൊക്കെ ആയ കാരണം ഇന്ന് അവർ തന്നെ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പുതിയ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു ഉത്സാഹം. അങ്ങനെ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ചു. പിന്നെ മോള് അവളുടേതായിട്ടുള്ള മേക്കപ്പൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം ഇന്ന് മുടിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടാട്ടോ. അപ്പം മോള് പറഞ്ഞ മോഡലിലൊക്കെ മുടിയൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ. സാധാരണ ഇവിടെ സ്കൂളിൽ പോണിട്ടയിലാണ് കെട്ടണത്. അപ്പം നാളെ തൊട്ട് ഇനി പോണിട്ടയിലൊക്കെ കെട്ടേണ്ടി വരും. അപ്പം ഇന്ന് അവൾക്ക് ഇഷ്ടമുള്ളവണൊക്കെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തു. അപ്പം മോന് താമരയൊക്കെ ടീച്ചർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താമരയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിട്ടാ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ താമര എടുക്കാൻ അവൻ മറന്നുപോയി. ഞാനതെടുത്ത് ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വാടാണ്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ ഇനി അവന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മോളെ നല്ല സുന്ദരി മണിയാക്കിയിട്ടോ. പിന്നെ മോനെ പൗഡറൊക്കെ ഇട്ട് കൂറിയൊക്കെ വരച്ച് അവന് നല്ല സുന്ദര കുട്ടപ്പനാക്കി. അപ്പോൾ വാതിലൊക്കെ ഇപ്പോഴാണ് കേട്ടോ തുറക്കണേ. അങ്ങനെ 2 പേരും സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ മടിയൊന്നുമില്ല. ഇനി നാളെ തൊട്ട് എങ്ങനെയാവും അറിയില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.